കൊല്ലം കരുനാഗപ്പള്ളിയിൽ അലുവ അതുൽ കൊലക്കേസ് നമ്മൾ മറന്നു കാണില്ല. അതിൽ ഇപ്പോൾ ഒരു പ്രതി കൂടി കീഴടങ്ങിയിട്ടുണ്ട്. 12ാം പ്രതി കോടതിയിൽ കീഴടങ്ങി. കായംകുളം സ്വദേശി വരിക്കപ്പള്ളി ഷാനാണ് കോടതിയിൽ കീഴടങ്ങിയത്. ഇപ്പോൾ സൂര്യഗായത്രി വിവരങ്ങളുമായി ചെയ്യുന്നു. സൂര്യഗായത്രി, കേസിൽ ഇയാളുടെ പങ്ക് എങ്ങനെയാണ്? ഇയാൾ ഒളിവിലായിരുന്നു. യിലെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും അവരിലേക്കുള്ള അന്വേഷണവും പോലീസ് തുടരുന്നതിനിടയിലാണ് ഒരാൾ ഇപ്പോൾ പിടികൊടുത്തിരിക്കുന്നത്. കായംകുളം സ്വദേശി വരിക്കപ്പള്ളി ഷാനാണ് ഇന്നിപ്പോൾ കോടതിയിൽ സറണ്ടർ ആയത്. കരുനാഗപ്പള്ളി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇയാൾ സറണ്ടർ ആയത്. കൊലപാതക സമയത്ത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ വാഹനം അത് നൽകിയത് വരിക്കപ്പള്ളി ഷാനാണ് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം HR 55U 7812 എന്ന ഇന്നോവ കാറാണ് ഈ കൊലപാതക സമയത്ത് പ്രതികൾ സഞ്ചരിച്ചിരുന്നത്. ഈ ഇന്നോവ കാർ നൽകിയത് കായംകുളം സ്വദേശിയായിട്ടുള്ള വരിക്കപ്പള്ളി ഷാനാണ്. കൂടാതെ കൊലപാതകത്തിലെ ഗൂഢാലോചനയിലും ഇയാൾക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന 11ാമത്തെ ആളാണ്. കേസിൽ 12ാമത്തെ ആളാണ്. കേസിൽ 11ാമത്തെ പ്രതിയാണ് വരിക്കപ്പള്ളി ഷാൻ. സൂര്യഗായത്രി, അപ്പോൾ നിലവിൽ ഈ കേസിൽ ആകെ എത്ര പ്രതികളാണുള്ളത്? നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള, അതായത് ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതികൾ എത്രയാണ്? ഇനി എത്ര പേരെ പിടികൂടാനുണ്ട്? ഈ കാര്യത്തിൽ വ്യക്തത വരുന്നുണ്ടോ? നേരത്തെ കൃത്യത്തിൽ പങ്കെടുത്തു നടക്കും 10 പേരെയായിരുന്നു തുടക്കത്തിൽ പിടികൂടിയെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആസൂത്രണവും ഗൂഢാലോചനയും അടക്കം കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തിയിരുന്നോ? തുടക്കത്തിൽ പറഞ്ഞതുപോലെ 10 പേരെയാണ് പിടികൂടിയത്. അത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഉൾപ്പെടെ 10 പേരെ പോലീസ് നേരത്തെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരാളെ കൂടി പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. അത് പ്രതികളെ ചിലരെ കോട്ടയത്ത് എത്തിക്കാൻ സഹായിച്ച അൻഷാദ് എന്നയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിലെ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന 12ാമത്തെ ആളാണ് വരിക്കപ്പള്ളി ഷാൻ. സൂര്യഗായത്രിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.